നമസ്കാരം. വെൽക്കം ടു ഗ്രീൻ ഹാവൻ. പ്രകൃതി പലപ്പോഴും മനോഹരമായ ചില സമ്മാനങ്ങൾ കൊണ്ട് നമ്മെ സന്തോഷിപ്പിക്കാറുണ്ട്. അത്തരത്തിലുള്ള വർണ്ണമനോഹരമായ ഒരു കാഴ്ചയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കാറ്റ്സ് ക്ലോ എന്ന പൂക്കൾ തരുന്ന ഒരു ക്രീപ്പറിനെ കുറിച്ചാണ്. ബിഗോണിയേസേ ഫാമിലിയിൽ പെടുന്ന ഈ സസ്യത്തെ കാറ്റ്സ് ക്ലോ വൈൻ, കാറ്റ്സ് ക്ലോ ട്രംപറ്റ്, ഡോളി ചന്ദ്ര, ഫണൽ ക്രീപ്പർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. മധ്യ അമേരിക്ക, തെക്കേ അമേരിക്ക, കരീബിയൻ ഉഷ്ണനാടുകളിൽ ഒരുപാട് കാണപ്പെടുന്ന ഒരു സസ്യമാണ് ഈ ട്രംപറ്റ് വൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാറ്റ്സ് ക്ലോ ക്രീപ്പർ എന്നറിയപ്പെടുന്ന ഈ സസ്യം. സാധാരണഗതിയിൽ ഇതിനെ ഒരു അധിനിവേശ സസ്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 30 മുതൽ 94 ഇഞ്ച് വരെ ഉയരത്തിൽ വളരാൻ കഴിയുന്ന ഈ സസ്യത്തെ നമുക്ക് മതിലുകളുടെ മുകളിലോ അല്ലെങ്കിൽ പർഗോളകളുടെ മുകളിലോ ഒക്കെ വളർത്തി മനോഹരമായിട്ട് നിർത്തുവാൻ കഴിയുന്ന ഒരു ചെടിയാണിത്. പ്രത്യേകം വളപ്രയോഗമൊന്നും ആവശ്യമില്ലാത്ത ഈ ചെടി വർഷത്തിൽ 2 തവണയാണ് പുഷ്പിക്കാറുള്ളത്. എന്നാൽ കൂടുതലായി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നിറയെ പൂവ് ഈ ചെടി നമുക്ക് തരാറുണ്ട്. ചെറുവണ്ടുകളും അതുപോലെ തന്നെ തേനീച്ചകളുമാണ് ഈ ചെടിയിൽ സാധാരണഗതിയിൽ പരാഗണം നടത്തുന്നത്. ഇതിന്റെ പ്രജനന രീതി എന്ന് പറയുന്നത് മാതൃസസ്യത്തിന് സമീപമായി കാണപ്പെടുന്ന ചെറുതൈകൾ, അതുപോലെ ഇതിന്റെ കമ്പ് വച്ചു നട്ടും ഇതിനെ വളർത്തുവാനായിട്ട് കഴിയും. ഔഷധ ഗുണമുള്ള ഒരു സസ്യമായി പല പുസ്തകങ്ങളിലും ഇതിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പാമ്പുകടി ഏൽക്കുമ്പോഴുള്ള മറുമരുന്നായി, ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ള ഒരു സസ്യമായി, അതുപോലെ പലതരത്തിലുള്ള ത്വക്ക് രോഗങ്ങൾക്കും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് കാറ്റ്സ് ക്ലോ എന്ന പേര് വരാനായിട്ട് കാരണം ഇതിന്റെ ടെൻഡറുകളുടെ അഗ്രഭാഗങ്ങളിൽ പൂച്ചയുടെ നഖം പോലെയുള്ള ഭാഗങ്ങൾ കാണുവാനായിട്ട് കഴിയും. ഇലയില വസന്തമായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന കാറ്റ്സ് ക്ലോ പൂക്കൾ ഏകദേശം 5 മുതൽ 7 ദിവസം വരെ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഈ വസന്തത്തിന് സമയമാകുമ്പോൾ ചെടികളുടെ ഇലകളെല്ലാം പൂർണ്ണമായി കൊഴിഞ്ഞു പോയതിനു ശേഷമാണ് പെട്ടെന്ന് തന്നെ മനോഹരമായൊരു വസന്തം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ശരിയായ രീതിയിൽ പ്രൂൺ ചെയ്തുകൊണ്ട് ഇതിന്റെ വളർച്ചയെ നിയന്ത്രിച്ച് നമുക്ക് മനോഹരമായ പച്ചക്കൂടാരങ്ങളും വർണ്ണവസന്തങ്ങളും ഈ ചെടിയിലൂടെ തീർക്കാം. നന്ദി, നമസ്കാരം.